ഹലോ ഫ്രണ്ട്സ്, വളരെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും വരുന്നത്. ഇത്തവണ ഞാൻ വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ റീസെൻ്റ്ലി റിലീസായിട്ടുള്ള രായ, അതായത് നമ്മുടെ ധനുഷിൻ്റെ 50ാമത് ചലച്ചിത്രവും പാപ്പാണ്ടിക്ക് ശേഷം സ്വന്തമായിട്ട് രചനയും സംവിധാനവും ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ 2ാമത്തെ മൂവിയുടെ വിശേഷങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമുക്ക് പോകാം. 145 മിനിറ്റ് വരുന്ന ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ഷൻ നിർവഹിച്ചിട്ടുള്ള നമ്മുടെ ഇസൈപ്പുയൽ AR റഹ്മാനാണ്. അതുപോലെ തന്നെ പ്രൊഡ്യൂസർ ഓഫ് കോഴ്സ് സൺ പിക്ചേഴ്സ് കലാനിധി മാരനാണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിട്ടുള്ളത് ഓം പ്രകാശാണ്. അതായത് മാരി 1, മാരി 2, അനേകൻ അങ്ങനെ ഒട്ടനവധി ധനുഷിൻ്റെ സിനിമകൾ ചെയ്തിട്ടുള്ള ഓം പ്രകാശാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി നിർവഹിച്ചിട്ടുള്ളത്. ഇതിലെ നടീനടന്മാർ ധനുഷ്, ഓഫ് കോഴ്സ് ധനുഷ് എന്തായാലും ഉണ്ടാവുമല്ലോ. 2 പിന്നെ ഉള്ളത് പ്രകാശ് രാജ് ഉണ്ട്, SJ സൂര്യനെ എടുത്ത് തന്നെ പറയണം. കാരണം തുടക്കം മുതൽ ഒടുക്കം വരെ SJ സൂര്യ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് ശരിക്കും ധനുഷിനൊപ്പം തന്നെ. പിന്നെ ഉള്ളത് കാളിദാസ് ജയറാമാണ്. പിന്നെ ഉള്ളത് നമ്മുടെ സുദീപ് കൃഷ്ണ, അതുപോലെ തന്നെ ദുഷര വിജയൻ. ഈ പേര് ദുർഗ എന്ന പേര് ശരിക്കും നിങ്ങൾ എൻ്റെ പേര് എന്തായാലും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും. ദുർഗ എന്ന് പറഞ്ഞ എനിക്ക് ധനുഷിൻ്റെ ക്യാരക്ടർ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. കാരണം സാധാരണ ധനുഷ് ചെയ്യുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു റോളാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. കാരണം അത് സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ വരെ അതേ ഒരു ശരിക്കും അത് സ്റ്റേബിളായിട്ട് കൊണ്ടുപോകാൻ പുള്ളിക്ക് ശരിക്കും പറ്റിയിട്ടുണ്ട്. വളരെ നല്ലൊരു ക്യാരക്ടറാണ് ശരിക്കും ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ മൂപ്പർക്കായിട്ടൊരു നായിക ഇല്ലാത്തൊരു പടം എന്ന് വേണമെങ്കിൽ പറയാട്ടോ. ശരിക്കും ധനുഷിന് സ്വന്തമായിട്ടൊരു നായിക ഇല്ലാത്തൊരു പടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേറെ പടം അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു പടം ഇല്ല ശരിക്കും. കാരണം ഇതിൽ ശരിക്കും ധനുഷിന് ഓപ്പോസിറ്റ് ആയിട്ടൊരു നായിക ഇല്ല ഈ പടത്തിൽ. ഇതിൻ്റെ സ്റ്റണ്ട് മാസ്റ്റർ എന്ന് പറയുന്നത് പീറ്റർ ഹെയ്നാണ്. ശിവാജി, പുലിമുരുകൻ തുടങ്ങിയ ഒട്ടനവധി സിനിമകളിൽ സ്റ്റണ്ട് മാസ്റ്ററായിട്ട് വന്ന പീറ്റർ ഹെയ്ൻ്റെ ഫൈറ്റ് സീൻസാണ് മൊത്തമായിട്ട് ഈ പടത്തിലുള്ളത്. വളരെ നല്ല ഫൈറ്റാണ് എല്ലാം ഉള്ളത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഫൈറ്റൊക്കെ നല്ല അടിപൊളി തന്നെ ഫൈറ്റാണ് വരുന്നത്. നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. അങ്ങനെ പറന്നു പോയിട്ട് മലക്കം മറന്നു പോകുന്ന ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും ഒരുവിധമൊക്കെ നല്ല രീതിയിൽ അതായത് സ്ലാഷർ ടൈപ്പ് മൂവിയാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് A സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളത്. സെൻസർ ബോർഡ് A സർട്ടിഫിക്കറ്റ് നൽകിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വയലൻസ് ആയതുകൊണ്ടാണ്. ശരിക്കും കുട്ടികളായിട്ട് ശരിക്കും ഈ സിനിമ കാണാൻ ആരും പോകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഇന്നലെ കാണാൻ പോയപ്പം ചില പാരൻസ് കുട്ടികളൊക്കെ ആയിട്ട് വന്നു. ഞാനും നോക്കി എന്താണ് ഒരു ഉദ്ദേശം എന്നറിയില്ല. എന്തായാലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ചെറിയ കുട്ടികളായിട്ട് ആരും ഇത് കാണാൻ പോകണ്ട എന്നാണ്. പോകുന്നവർ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വലിയ ആൾക്കാരായിട്ട് പോയി കാണാൻ പറ്റുന്നൊരു മൂവിയാണ്. കാരണം അങ്ങനത്തെ കംപ്ലീറ്റ് തെറിവിളി അങ്ങനത്തതും അതുപോലെ തന്നെ ഫൈറ്റും എല്ലാം ഉള്ളത് കൊണ്ടാണ് ഇതിന് A സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളത്. അല്ലാതെ ന്യൂഡിറ്റി ഒന്നും കാര്യമായിട്ട് ഈ സിനിമയിൽ ഒന്നും തന്നെ ഇല്ല എന്ന് വേണം പറയാം. പാപ്പാണ്ടി വേറൊരു കാറ്റഗറി ആണെങ്കിൽ രായ വേറൊരു കാറ്റഗറിയിലാണ് വരുന്നത്. എക്സ്ട്രീം വയലൻസ് നിറഞ്ഞൊരു മൂവിയാണ് രായ. നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കംപ്ലീറ്റ് വെട്ടുകുത്ത് എല്ലാമാണ് ഇതിൻ്റെ ട്രെയിലറിലുള്ളത്. അതുപോലെ തന്നെ മൂവി മുഴുവൻ തുടക്കം മുതൽ അവസാനം വരെ ഇതാണ്. തുടങ്ങിയൊരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് തുടങ്ങുന്നുണ്ടെങ്കിലും അവസാനം ക്ലൈമാക്സ് വരെ ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നല്ല രസമുണ്ട്. ഈ സിനിമയിൽ എടുത്തു പറയേണ്ട പ്രകടനം എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ക്യാരക്ടേഴ്സ് SJ സൂര്യയുടെ ക്യാരക്ടറാണ്. സേതു എന്ന് പറയുന്ന SJ സൂര്യയുടെ ക്യാരക്ടറും അതുപോലെ തന്നെ ദുഷറ വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സരപ്പട്ട പരമ്പയിൽ നമ്മുടെ ആര്യ കല്യാണം കഴിക്കുന്ന ആ സ്ത്രീയാണ് ദുഷറ വിജയൻ. ഇതിൽ ഗംഭീര റോൾ. ദുർഗ എന്ന് പറയുന്ന ക്യാരക്ടർ ശരിക്കും കൊലമാസ് റോളാണ് ശരിക്കും ഈ പടത്തിലുള്ളത്. അത് കണ്ടവർക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ സെൽവരാഘവൻ്റെ റോള്. കാരണം സെൽവരാഘവൻ അതായത് ധനുഷിൻ്റെ ചേട്ടൻ ശരിക്കും ഈ സിനിമയിൽ നല്ല റോളായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പുള്ളി അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് ഈ സിനിമയിൽ കിട്ടിയിട്ടുള്ളത്. പുള്ളി ശരിക്കും ഈ ഡയറക്ഷനിൽ നിന്ന് അഭിനയത്തിലേക്ക് വന്നതിന് ശേഷം ശരിക്കും നല്ല കട്ട അഭിനയം തന്നെയെന്ന് വേണം പറയുന്നത്. ഇപ്പോൾ കീർത്തി സുരേഷിൻ്റെ കൂടെ ഒരു പടം ഉണ്ടായിരുന്നു, ഒരു റിവെഞ്ച് സ്റ്റോറിയാണ്. ശരിക്കും വെട്ടുകുത്ത് സ്ലാഷർ ടൈപ്പ് ഒരു മൂവിയായിരുന്നു. നല്ല അഭിനയമാണ് പുള്ളി. അതുപോലെ തന്നെ ഇതിൽ വേറെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അപർണ ബാലമുരളിയുണ്ട്. അപർണ ബാലമുരളിക്കൊക്കെ ഒരു ചെറിയ വന്ന് പോകുന്ന രീതിയിലുള്ള റോളാണ്. വാരലക്ഷ്മി ശരത് കുമാർ ഉണ്ട്. അവർക്ക് ഇതേപോലെ തന്നെ പ്രകാശ് രാജ് ഉണ്ട്. ശരിക്കും നമ്മളൊരു ഗാങ്സ്റ്റർ മൂവി അങ്ങനത്തെ ഒരു മൂവി തന്നെ വേണമെങ്കിൽ പറയാം. തുടക്കം അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് തുടങ്ങിയിട്ട് അത് ഫാസ്റ്റ് പേസിൽ പോകുന്നു. അതുപോലെ തന്നെ നമ്മുടെ എൻഡിലോട്ട് വരുന്ന അങ്ങനത്തെ ഒരു കഥയാണ് സിനിമയിൽ ശരിക്കും കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ വടച്ചെന്നൈയും പുതുപ്പേട്ടയൊക്കെ പോലെ തന്നെ ഒരു ഗാങ്സ്റ്റർ ടൈപ്പ് നമ്മളങ്ങനെ ഒരു സ്ട്രീറ്റിലൊക്കെ നടക്കുന്ന ഒരു കഥയായിട്ടാണ് ഈ മൂവി ഇങ്ങനെ പുരോഗമിച്ച് പോകുന്നതെങ്കിലും അതേസമയം തന്നെ ഒരു ഫാമിലി റിലേറ്റഡ് ആയിട്ട് ഫാമിലിക്കുള്ളിലുള്ള ഒരു സ്നേഹം അങ്ങനെയെല്ലാം ഈ പടത്തിൽ മിക്സായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ മൂവി ഇനിയും കണ്ടിട്ടില്ലാത്തവർ ഉടനെ പോയി കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ഇനിയിപ്പം എല്ലാവരും കൂടെ തല്ലിക്കൊല്ലാൻ വരണ്ട. എൻ്റെ അഭിപ്രായം ഒരിക്കലും ഈ പടം വളരെ മോശമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ നല്ല പടം കേട്ടോ. ശരിക്കും സലാറിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഉയരത്തിൽ നിൽക്കുന്ന പടമാണ്. സലാർ എനിക്ക് തീരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ മുന്നത്തെ റിവ്യൂ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വളരെ നല്ല അടിപൊളി പടമാണ്. നിങ്ങൾക്ക് കാണാവുന്ന ഒരു പടമാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതായത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ആക്ഷൻ ഇങ്ങനെ സ്ലാഷർ ടൈപ്പ് ഇഷ്ടപ്പെടുന്ന കാറ്റഗറിയിൽ ഉള്ളവർക്ക് ഈ പടം എന്തായാലും ഇഷ്ടപ്പെടും. കാരണം വെട്ടുകുത്തൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്.
എനിക്ക് വളരെ ഇഷ്ടമാണ് അങ്ങനത്തെ സ്ലാഷർ മൂവീസ്. ഞാൻ സ്ലാഷർ മൂവീസ് സെലക്ട് ചെയ്ത് കാണുന്ന ഒരാളാണ്. അപ്പോൾ ആ കാറ്റഗറിയിൽ തന്നെ ഈ മൂവി വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഈ പടം ഇഷ്ടപ്പെടും. ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. നിങ്ങൾക്ക് എന്താണെന്ന് തോന്നിയിട്ടുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ വന്ന് രേഖപ്പെടുത്തിയാൽ നമുക്കതിനെ സംബന്ധിച്ച് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനിയും ഒട്ടനവധി സിനിമകളായിട്ട് ഇനി വരാൻ പോകുന്നതായിരിക്കും. താങ്ക് യു.